വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള 2025-ലും 2026-ലുമായി നടന്ന പരീക്ഷകളിലെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി വൃഷ്ടി. ഓപ്ഷൻ ഡി വൃഷ്ടിയാണ് ശരിയായ പദം. സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ ബി വിവൃതം. സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതം വിവൃതം. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഓപ്ഷൻ സി ലേഖകൻ ലേഖക. ആ ലേഖകൻ ലേഖികയാണ്, ഓർത്തു വെച്ചോണം. ലേഖകൻ ലേഖിക. താഴെ പറയുന്നതിലെ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡികളാണ് വിദ്വാൻ വിദുഷി, പത്നി പതി, മകൻ മകള്. ശരിയായ ജോഡികളും കൂടെ പഠിച്ചു വയ്ക്കുക. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം അത്യന്താപേക്ഷിതം. ചേർത്തെഴുതുക ആ പ്ലസ് ആൾ. ഓപ്ഷൻ ബി അയാൾ. ആ പ്ലസ് ആൾ അയാൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ആൺമക്കൾ. അലിംഗ ബഹുവചനമല്ലാത്തത് ആൺമക്കൾ. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം ശരി. ഗാത്രം, മേനി, കായം, വപുസ്. ശരീരം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് ഗാത്രം, മേനി, കായം, വപുസ്. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അത്യധികം വിഷമിക്കുക. പിരിച്ചെഴുതുക അത്യന്തം. ഓപ്ഷൻ സി അതി പ്ലസ് അന്തം. അത്യന്തം പിരിച്ചെഴുതുമ്പോൾ അതി പ്ലസ് അന്തം. പ്രിയമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ ബി ആമുഖം. പ്രിയമ്പിൾ ശരിയായ മലയാള പരിഭാഷ ആമുഖം. എന്ന വാക്കിൻ്റെ സമാന പദം? ഓപ്ഷൻ ബി ജലഗണം. ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം ജലഗണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഭീഷ്മർ. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീഷ്മർ. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ ബി അനാച്ഛാദനം. താഴെ പറയുന്നതിൽ ശരിയായ രൂപം അനാച്ഛാദനം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ സി പുള്ളിയൻ. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? പുള്ളിയൻ. തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി അവസാനിപ്പിക്കുക. തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി പരാശ്രയം. സ്വാശ്രയം എന്ന പദത്തിൻ്റെ വിപരീത പദം പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്? ഓപ്ഷൻ ബി അഗ്നിയെ സംബന്ധിച്ചത്. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് അഗ്നിയെ സംബന്ധിച്ചത്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി വിൻ പ്ലസ് തലം. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക വിൻ പ്ലസ് തലം. ശയനം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? ഓപ്ഷൻ ബി പരുന്ത്. ശയനം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? പരുന്ത്. മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ദൗഹിത്രൻ. മകളുടെ മകൻ ഒറ്റപ്പദം ദൗഹിത്രൻ. സന്ധിക്ക് ഉദാഹരണങ്ങളായ പദങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 3 എന്നിവ. ഓടിയെത്തിയ ചിരി അടക്കാൻ.
ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളായ പദങ്ങൾ ഏതെല്ലാം? ഓടിയെത്തിയ, ചിരിയടക്കാൻ. നൽകിയിരിക്കുന്ന പദങ്ങളിൽ മൊഴി കൊടുക്കുക എന്നർത്ഥം വരുന്ന വാക്ക് ഏത്? ഓപ്ഷൻ എ കൈപ്പീത്ത് കൊടുക്കുക. താഴെ നൽകിയിരിക്കുന്ന പദങ്ങളിൽ മൊഴി കൊടുക്കുക എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? കൈപ്പീത്ത് കൊടുക്കുക. ശരിയായ പദങ്ങളുടെ ശ്രേണി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ശ്രേഷ്ഠം, മത്തേഭം, സ്വച്ഛം, ധാർഷ്ട്യം. ശരിയായ പദങ്ങളുടെ ശ്രേണി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ശ്രേഷ്ഠം, മത്തേഭം, സ്വച്ഛം, ധാർഷ്ട്യം. വുഡ്സ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം വരുന്ന പദനിര ഏത്? ഓപ്ഷൻ ബി വനം, കാനനം, കാട്, വിപിനം. വുഡ്സ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം വരുന്ന പദനിര വനം, കാനനം, കാട്, വിപിനം. നൽകിയിരിക്കുന്ന പദശ്രേണിയിൽ അല്ലൽ എന്നർത്ഥം വരുന്നത് ഏത്? ഓപ്ഷൻ ഡി ദുഃഖം, സങ്കടം, ശോകം. നൽകിയിരിക്കുന്ന പദശ്രേണിയിൽ അല്ലൽ എന്നർത്ഥം വരുന്നത് ഏത്? ദുഃഖം, സങ്കടം, ശോകം. ദ്യോത്വനാരായണീയം എന്ന ചൊല്ലിൽ പരാമർശിക്കുന്ന 2 നാരായണന്മാർ ആരൊക്കെയാണെന്ന് താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, ഗുരുവായൂരപ്പൻ. ദ്യോത്വനാരായണീയം എന്ന ചൊല്ലിൽ പരാമർശിക്കപ്പെടുന്ന 2 നാരായണന്മാർ ആരൊക്കെയെന്ന് താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്ന് കണ്ടെത്തുക. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, ഗുരുവായൂരപ്പൻ. ദഹനൻ എന്ന വാക്കിൻ്റെ പര്യായങ്ങളായി വരുന്ന പദങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2 എന്നിവ. അഗ്നി, തീയ്. നരപുക്ക് എന്ന ദഹനൻ എന്ന വാക്കിൻ്റെ പര്യായങ്ങളായി വരുന്ന പദങ്ങൾ അഗ്നി, തീയ്. നരപുക്ക് എന്ന വാക്കിൻ്റെ വിഗ്രഹം. ഓപ്ഷൻ ബി നരനെ ഭുജിക്കുന്നത്. നരപുക്ക് എന്ന വാക്കിൻ്റെ വിഗ്രഹം നരനെ ഭുജിക്കുന്നത്. പൊൽത്തിടമ്പ് എന്ന വാക്ക് പിരിച്ചെഴുതുക. ഓപ്ഷൻ സി പൊൻ പ്ലസ് തിടമ്പ്. പൊൽത്തിടമ്പ് എന്ന വാക്ക് പിരിച്ചെഴുതുക. പൊൻ പ്ലസ് തിടമ്പ്. നൽകിയിരിക്കുന്ന പദങ്ങളിൽ വേറിട്ട അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി പണ്ഡിതൻ. നൽകിയിരിക്കുന്ന അർത്ഥങ്ങളിൽ വേറിട്ട അർത്ഥം വരുന്ന പദം പണ്ഡിതൻ. ഭൂപതി, ധാത്രീശൻ, ധരണീപതി. ഇതൊക്കെ ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ് കേട്ടോ. ഭൂപതി, ധാത്രീശൻ, ധരണീപതി. ഇതൊക്കെ ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ്. എന്ന പദത്തിന് എതിർലിംഗമേത്? ഓപ്ഷൻ ബി ലേഖിക. ലേഖകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ലേഖിക. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ എ ശിഥിലം. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി താഴെ പ്ലസ് ഇറങ്ങി. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴെ പ്ലസ് ഇറങ്ങി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഭൈമി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഭൈമി. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏത്? ഓപ്ഷൻ എ പുതിയത്, 9. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏതാണ്? പുതിയത്, 9. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരുമിതു നിർണയം. ആരുടെ വരികൾ? ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരുമിതു നിർണയം. ആരുടെ വരികളാണ്? കുഞ്ചൻ നമ്പ്യാരുടെ. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ആസ്യം. മുഖം എന്ന പദത്തിൻ്റെ പര്യായ പദമാണ് ആസ്യം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഓപ്ഷൻ എ ഹൃദയത്തിൻ്റെ താളം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഹൃദയത്തിൻ്റെ താളം. അക്കാലം സന്ധി നിർണയിക്കുക. ഓപ്ഷൻ എ ദ്വിത്വസന്ധി. അക്കാലം സന്ധി ഏതാണ്? ദ്വിത്വസന്ധി. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അനുഗൃഹീതൻ. ശരിയായ പദം അനുഗൃഹീതൻ. പ്ലസ് പോയി, ഇറങ്ങിപ്പോയി. സന്ധി ഏത്? ഓപ്ഷൻ സി ദ്വിത്വസന്ധി. ഇറങ്ങി പ്ലസ് പോയി, ഇറങ്ങിപ്പോയി. സന്ധി ഏതാണ്? ദ്വിത്വസന്ധി. ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി മനുഷ്യത്വം. ശരിയായ പദം മനുഷ്യത്വം. ആപ്പിൾ ഓഫ് ദ ഐ എന്നതിന് സമാനമായ ശൈലി.
ഓപ്ഷൻ സി കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദ ഐ എന്നതിന് സമാനമായ ശൈലി കണ്ണിലുണ്ണി. കണ്ടു പിരിച്ചെഴുതുക. ഓപ്ഷൻ എ കൺ പ്ലസ് തൂവ്. കണ്ടു പിരിച്ചെഴുതുക. ഓപ്ഷൻ എ കൺ പ്ലസ് തൂ. സ്വാമികൾ എന്ന പദം ഏതു വചനത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. സ്വാമികൾ എന്ന പദം ഏതു വചനത്തിൽ പെടുന്നു? പൂജക ബഹുവചനം. ജലം എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി അപ്പ്. ജലം എന്നർത്ഥം വരുന്ന പദം അപ്പ്. നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ ബി കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുത്തുക. എന്ന പദത്തിൻ്റെ എതിർലിംഗം? ഓപ്ഷൻ എ യാചകി. യാചകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം യാചകി. അശ്വത്ഥാമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടൊപ്പം ഇരുന്നരുളുകയായിരുന്നു. ഭാഗീരഥി കച്ചം ഘടകപദമാക്കുക. ഓപ്ഷൻ ഡി ഭാഗീരഥിയുടെ കച്ചം. ഭാഗീരഥി കച്ചം ഘടകപദമാക്കുക. ഭാഗീരഥിയുടെ കച്ചം. ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി നിമീലനം. ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? നിമീലനം. സത് പ്ലസ് ആചാരം ചേർത്തെഴുതുക. ഓപ്ഷൻ സി സദാചാരം. സത് പ്ലസ് ആചാരം ചേർത്തെഴുതുക. സദാചാരം. ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ ബി സമ്രാട്ട്. ശരിയായ പദം എടുത്തെഴുതുക. സമ്രാട്ട്. കാണാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ഡി ധൃതിക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം ധൃതിക്ഷു. നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ സി പയോദം. നദിയുടെ പര്യായ പദങ്ങളാണ് സ്രോതസ്, ധ്വനി, ദീപവതി. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ, നദിയുടെ പര്യായ പദങ്ങൾ. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ സി 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. ഓപ്ഷൻ ബി നമ്പ്യാർ. പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. നമ്പ്യാർ. ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിക്കുന്നത്? ഓപ്ഷൻ എ ആർഷം. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം. വിരക്തി എന്ന പദത്തിൻ്റെ വിപരീതം? ഓപ്ഷൻ സി ആസക്തി. വിരക്തി എന്ന പദത്തിൻ്റെ വിപരീതം ആസക്തി. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരുന്നത്? ഓപ്ഷൻ ബി പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരുന്നത് പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. ട്രാൻസിസ്റ്ററി മെഷേഴ്സ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം? ഓപ്ഷൻ സി ഇടക്കാല നടപടികൾ. ട്രാൻസിസ്റ്ററി മെഷേഴ്സ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം ഇടക്കാല നടപടികൾ. എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥമായി വരുന്ന പദം? ഓപ്ഷൻ ഡി ഉപസംഹാരം. ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥമായി വരുന്ന പദം ഉപസംഹാരം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി പൂ പ്ലസ് അമ്പ്. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ നങ്ങ്യാർ. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം നങ്ങ്യാർ. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം? ഓപ്ഷൻ ബി തൂലം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം തൂലം. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി മിടുക്കർ. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏത്? ഓപ്ഷൻ സി വഴി കാണിക്കുക. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം? ഓപ്ഷൻ എ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം പിപാസു. 10-15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ ബി 10-15. 10-15 എന്ന പദത്തെ ഘടകപദങ്ങൾ ആക്കുക. 10-15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ഉരുളക്കുപ്പേരി. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏതാണ്? ഉരുളക്കുപ്പേരി. അനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ പ്രത്യുൽപ്പന്നമതി. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ
മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ. ഒറ്റപ്പദം ഏതാണ്? പ്രത്യുൽപ്പന്നമതി. ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ ഡി കടലാസുപുലി. ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏത്? കടലാസുപുലി. അവളുടെ പേന കളഞ്ഞു പോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ ബി അനുപ്രയോഗം. അവളുടെ പേന കളഞ്ഞു പോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ത്? അനുപ്രയോഗം. സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ സി സഖി. സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം സഖി. ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ എ പാരത്രികം. ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം പാരത്രികം. ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി അഭ്യസ്ത വിദ്യൻ. ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി ആണ് അഭ്യസ്ത വിദ്യൻ. ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത്? ഓപ്ഷൻ ഡി ബഹുവീക്രി. ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏതാണ്? ബഹുവീക്രി. അക്രതു എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി ബുദ്ധിയില്ലാത്ത. അക്രതു എന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധിയില്ലാത്ത. ആക്കുക. സുമിത്രയുടെ പുത്രൻ. ഓപ്ഷൻ ബി സൗമിത്രി. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. പര്യായ പദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് മാവിൻ്റെ പര്യായം എടുത്തെഴുതുക. ഓപ്ഷൻ സി ചൂതം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് മാവിൻ്റെ പര്യായം എടുത്തെഴുതുക. ചൂതം. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഓപ്ഷൻ എ ഇത്തി. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഇത്തി. വിപരീത പദം എഴുതുക. ഗൗരവം. ഓപ്ഷൻ ഡി ലാഘവം. ഗൗരവം. വിപരീത പദം ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലേതാണ്? ഓപ്ഷൻ ബി ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലേതാണ്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ എ കേൾ പ്ലസ് തൂവ്. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? കേൾ പ്ലസ് തൂ. കണ്ണട ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. കണ്ണട ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. 6 ഏത് ബഹുവചന പ്രത്യയമാണ്? ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. 6 ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓപ്ഷൻ എ ഓടി. ദുഷ്യന്തൻ പര്യായ പദം ഏത്? ഓപ്ഷൻ എ അഗ്രജൻ. ചേട്ടൻ പര്യായ പദം അഗ്രജൻ. അയക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി പ്രേഷകൻ. അയക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം പ്രേഷകൻ. മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ലേത്? ഓപ്ഷൻ ബി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ലേത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വിപരീത പദം തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി കാമം ക്രോധം. വിപരീത പദം തെറ്റായ ജോഡി കാമം ക്രോധം. തന്നിരിക്കുന്നതിലെ വിപരീത പദങ്ങളിലെ ശരിയായ ജോഡികളാണ് രാഗം ദ്വേഷം, ഹ്രസ്വം ദീർഘം, സഹിതം രഹിതം. അപ്പം അത് ശരിയായ ജോഡികളൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഭൂമി സമാന അർത്ഥമുള്ള പദം? ഓപ്ഷൻ ഡി മേദിനി. ഭൂമി സമാന അർത്ഥമുള്ള പദം മേദിനി. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ സി 3 and 4. സ്വാമികൾ ഗുരുക്കൾ. പൂജക ബഹുവചനം സ്വാമികൾ ഗുരുക്കൾ. ആഗമസന്ധിക്ക് ഉദാഹരണം? ഓപ്ഷൻ ബി തിരുവോണം. ആഗമസന്ധിക്ക് ഉദാഹരണം തിരുവോണം. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ മടയൻ. ശരിയായ പദം മടയൻ. ഏവൾ പിരിച്ചെഴുതുക.
ഓപ്ഷൻ സി എ പ്ലസ് അള്ള്, ഏവൾ പിരിച്ചെഴുതുക, എ പ്ലസ് അള്ള്. നിരൂപകൻ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ ഡി നിരൂപക. നിരൂപകൻ സ്ത്രീലിംഗ പദം ഏത്? നിരൂപക. കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഓപ്ഷൻ ഡി ശ്രേഷ്ഠം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ശ്രേഷ്ഠം. മയിൽ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി കീരം. മയിൽ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് ബർഹി, ഷിക്കി, കേക്കി. അതൊന്നോർത്ത് വെച്ചോണേ, മയിലിന്റെ പര്യായ പദങ്ങൾ. ബർഹി, ഷിക്കി, കേക്കി. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി നവനീതം, പ്രാവ്. തന്നിരിക്കുന്നതിൽ ശരിയായ അർത്ഥമുള്ള ജോഡികളാണ് ഭ്രമരം, വണ്ട്, പരഭൃതം, കുയില്, നളിനം, താമര. അപ്പം ശരിയായ അർത്ഥമുള്ള ജോഡികൾ പ്രത്യേകം പഠിക്കുക കേട്ടോ. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി ജഗത് പ്ലസ് നാഥൻ. ജഗന്നാഥൻ പിരിച്ചെഴുതുന്നത് ജഗത് പ്ലസ് നാഥൻ. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ശതകം ചൊല്ലിക്കുക. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. ഓപ്ഷൻ സി നൈയായികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയായികൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ ഓപ്ഷൻ എ നൃപേന്ദ്രൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി യവനൻ, യവനി. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. യവനൻ, യവനി. അധോന്മുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ഡി ഉന്മുഖൻ. അധോന്മുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഉന്മുഖൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ വാക്യം റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഇത് 2025-ലും 2026-ലുമായി ചോദിച്ച 10 ചോദ്യപേപ്പറിലെ 100 ചോദ്യങ്ങളാണ്. നിങ്ങളിത് മാത്രം പഠിച്ചാൽ പോരാ, വേറെയും ക്വസ്റ്റ്യൻസ് പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ എല്ലാം നോക്കി മലയാളമൊക്കെ പഠിക്കുക. പിന്നെ നമ്മുടെ സ്റ്റഡി വിൻ PSCയുടെ ഈ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയറിലെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇതുവരെ ചോദിച്ച 2025 മാത്രമല്ല, ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യപേപ്പറിലെയും മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ അത് പോയി കണ്ട് പഠിക്കണം. ഇത് മാത്രം പഠിക്കരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങൾ ഞാൻ ഇട്ടിട്ടുള്ളൂ. എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ കുറച്ച് ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും കൂടെ തരാൻ കേട്ടോ. കാരണം 2025 നമ്മൾ 10 ചോദ്യപേപ്പറല്ലേ ഇപ്പം ഇതിൽ പഠിച്ചുള്ളൂ. ഇനി ഒരു 10-15 ചോദ്യപേപ്പർ ഇനിയുണ്ട്. അപ്പോൾ അത് ഞാൻ സമയം കിട്ടുവാണെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് പരീക്ഷ എഴുതി വരിക നാളെ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.